ഏതാ നോക്കാം. ഈക്വൽ ട്രയാങ്കിൾസിലെ എക്സസൈസ് 3-ലെ ഒന്നാമത്തെ ചോദ്യം. ഒരു വലിയ ചോദ്യം, വായിച്ചാട്ടെ. ദ ഗ്രീൻ ലൈൻസ് ഇൻ ദ പിക്ചർ ആർ ബിലോ ആർ പാരലൽ ആൻഡ് ഓഫ് ദി സെയിം ലെങ്ത്. ബോർഡിലേക്ക് നോക്കാം. ടെക്സ്റ്റിൽ ആയിക്കോട്ടെ, ഗ്രീൻ ആയിക്കോട്ടെ. ഗ്രീൻ ഗ്രീൻ വായിച്ചാട്ടെ. താഴെ 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 ബ്ലൂ ഉണ്ടോ? ഓക്കെ, താഴത്തേത് ബ്ലൂ. വായിച്ച ചോദ്യം. ദ ഗ്രീൻ ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആർ പാരലൽ ആൻഡ് ഓഫ് ദി സെയിം ലെങ്ത്. ഈ പടത്തിൽ കാണുന്ന ഈ രണ്ട് ഗ്രീൻ ലൈനുകൾ ശ്രദ്ധിക്കണം. 1, 2 കണ്ടോ? ഈ രണ്ട് ഗ്രീൻ ലൈനുകൾ എങ്ങനെയാണ്? പാരലലുമാണ്, അവർ ഈക്വലുമാണ്. അവർ രണ്ടുപേരും പാരലലുമാണ്, അവർ രണ്ടുപേരും ഒന്നുകൂടെ, അവർ രണ്ടുപേരും എങ്ങനെയാണ്? പാരലലുമാണ്, ഈക്വലുമാണ്. അടുത്ത വായിച്ചാട്ടെ. One is drawn from the end of a horizontal blue line and the other is drawn from the midpoint of the blue line. പേടിക്കണ്ട, ഈ രണ്ട് ഗ്രീൻ ലൈനിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇത് വരച്ചേക്കുന്നത് താഴെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്. ആരുണ്ട്? ഒരു ബ്ലൂ ലൈൻ. ഈ ബ്ലൂ ലൈനിന്റെ ഒരറ്റത്ത് നിന്നാണ് ആരെ വരച്ചേക്കുന്നത്? ഒരു ഗ്രീൻ ലൈൻ വരച്ചേക്കുന്നത്. ഇനി രണ്ടാമത്തെ ഗ്രീൻ ലൈൻ എവിടുന്നാ വരച്ചേക്കെന്ന് അറിയാമോ? ആ ബ്ലൂ ലൈനിന്റെ മിഡ് പോയിന്റിൽ നിന്ന്. എവിടുന്നാ വരച്ചേക്കുന്നേ? ഒന്നോടെ. ഈ രണ്ട് ഗ്രീൻ ലൈനുകൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോ പറഞ്ഞത്? പാരലലും ആണ്, ഈക്വലും. ഇനി ഈ രണ്ട് ഗ്രീൻ ലൈനുകൾ എങ്ങനെയാ വരച്ചു തുടങ്ങിയിരിക്കുന്നത്? താഴെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്. ആ ബ്ലൂ ലൈനിന്റെ നീലവരയുടെ ഒരറ്റത്ത് നിന്നാണ് ഒരു ഗ്രീൻ ലൈൻ വരച്ചേക്കുന്നത്. ആ ബ്ലൂ ലൈനിന്റെ മിഡ് പോയിന്റിൽ നിന്നാണ്, മധ്യബിന്ദുവിൽ നിന്നാണ് രണ്ടാമത്തെ ഗ്രീൻ ലൈൻ എന്ത് ചെയ്തേക്കുന്നത്? വരച്ചേക്കുന്നത്. അത്രയും കാര്യം ഓക്കെ ആണല്ലോ? ശരി. ഇനി എന്തോ ബാക്കി ചോദ്യം. ആർ ദ ലെങ്ത് ഓഫ് ദി റെഡ് ലൈൻസ് ഇൻ ദ പിക്ചർ ഈക്വൽ? ചോദ്യം കണ്ടോ, അവരുടെ അഹങ്കാരം അല്ലേ. ഗ്രീനിന്റെ കാര്യം പറഞ്ഞു, ബ്ലൂവിന്റെ കാര്യം പറഞ്ഞിട്ട് ചോദ്യം കൊണ്ട് നിർത്തിയേക്കുന്നുണ്ടോ? ഇത് രണ്ടും അല്ലാത്ത മൂന്നാമത്തെ ഒരു കളറിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചേക്കാണ്, ഈ പടത്തിൽ കാണുന്ന ഈ രണ്ട് റെഡ് ലൈനുകളുടെ ലെങ്ത്, നീളം എങ്ങനെയാണോ എന്ന്, ഈക്വൽ ആണോ എന്ന്. എങ്ങനെയാണോ എന്ന് ഇനി അടുത്ത ചോദ്യമുണ്ട്. ഇനി അവരെങ്ങനാണോ എന്ന്, പാരലലാണോ എന്ന്. ആരാ ഈ രണ്ട് റെഡ് ലൈനുകൾ ഈക്വൽ ആണോ എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം അവരെങ്ങനാണോ എന്ന്, പാരലലാണോ എന്ന്. എങ്ങനെയാണോ എന്ന്. അപ്പൊ ഒരിക്കൽ കൂടി ചോദ്യം പറയാമെന്ന് വേഗം പറഞ്ഞാൽ എന്തോ ചോദ്യം കണ്ടോടക്കുന്നു. ഈ പടത്തിൽ കാണുന്ന രണ്ട് ഗ്രീൻ ലൈനുകളും പാരലലുമാണ്, ഈക്വലുമാണ്. ഇനി അവരെ എങ്ങനെയാ വരച്ചേക്കുന്നത്? താഴെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്. ആ ബ്ലൂ ലൈനിന്റെ നീലവരയുടെ ഒരറ്റത്ത് നിന്നാണ് ഒരു ഗ്രീൻ വരച്ചേക്കുന്നത്. ആ ബ്ലൂവിന്റെ മിഡ് പോയിന്റിൽ നിന്നാണ്, മധ്യബിന്ദുവിൽ നിന്നാണ് രണ്ടാമത്തെ ഗ്രീൻ വരച്ചേക്കുന്നത്. ഇനി എന്തോ ചോദ്യം ഉണ്ടെന്നില്ല. എന്തോ ചോദ്യം? ഇനി എന്തോ ചോദ്യം? ഈ പടത്തിൽ കാണുന്ന രണ്ട് റെഡ് ലൈനുകൾക്കും ഒരേ ലെങ്ത് ആണോ, ഒരേ നീളമാണോ? അടുത്തത്, ഈ രണ്ട് റെഡ് ലൈനുകൾ എന്താണോ എന്ന്, പാരലൽ ആണോ എന്ന്. എന്താണോ എന്ന് പേന തത്തോക്ക, ബുക്കടച്ചോക്ക, ശ്രദ്ധിച്ചിരിക്കും. ഇവരിപ്പോൾ ആരാ? ഈ റെഡും ബ്ലൂവും ഗ്രീനും കൂടെ ഒക്കെ ചേരുമ്പോൾ ഈ പടത്തിൽ നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടും. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയാണ്. ആ രണ്ട് ട്രയാങ്കിളുകളും നിങ്ങൾ സയാമീസ് ഇരട്ടകൾ എന്ന് കേട്ടിട്ടുണ്ടോ? സയാമീസ് ഇരട്ടകൾ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ സിനിമയുടെ പേരാണ് സയാമീസ് ഇരട്ടകൾ എന്ന്.
മണിയമ്പിള്ള രാജുവും സൈനുദ്ദീനുമാണ് ആ സിനിമയ്ക്കകത്തിലെ സയാമീസ് ഇരട്ടകളായിട്ട് അഭിനയിച്ചത്. ഈ സയാമീസ് ഇരട്ടകളുടെ ബോഡി തമ്മിൽ ഏതെങ്കിലും പാർട്ടിൽ വെച്ച് ഒട്ടിച്ചേർന്നാണ് ആരിയിരിക്കുന്നത്, സയാമീസ് ഇരട്ടകൾ ഇരിക്കുന്നത്. അപ്പൊ അവരുടെ രണ്ടുപേരുടെ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന അവരുടെ രണ്ടുപേരുടെ വയറാണ് ഒട്ടിയിരിക്കുന്ന വയറാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിലോ ഇറാഖിലോ ലാദൻ ബിജിലാനി എന്നും ലാലെ ബിജിലാനി എന്നും പേരുള്ള രണ്ട് സയാമീസ് ഇരട്ടകളുണ്ട്. അവരുടെ തലയാണ് എന്ത് ചെയ്തത്, ഒട്ടിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ പോകുമ്പോൾ ഒരാളായിട്ട് പോകാൻ പറ്റത്തില്ല, എവിടെ പോയാലും രണ്ടുപേരുടെ പോകാൻ പറ്റും. കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്ക് മനസ്സിലായി രണ്ടുപേരുടെ ടേസ്റ്റുകളൊക്കെ വ്യത്യാസമാണ്. ഒരാൾക്ക് ഡോക്ടർ ആകണം, മറ്റേ ആൾക്ക് എഞ്ചിനീയർ ആകണം. നടക്കൂ. കാരണം പഠിക്കാൻ പോകുമ്പോൾ ഒരാൾക്ക് ഡോക്ടർ ആവേണ്ട ആള് മെഡിക്കൽ കോളേജിൽ ചെന്നിരിക്കുമ്പോൾ അയാളുടെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട ആളോട് ചെന്നിരിപ്പോൾ. ഇനി തിരിച്ച് എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട ആൾ എഞ്ചിനീയറിംഗ് കോളേജ് ചെന്നിരിക്കുമ്പോൾ അയാളോട് ആരും ചെന്നിരിക്കേണ്ടി വരും, മെഡിക്കൽ കോളേജ് പഠിക്കേണ്ട ആളും ചെന്നിരിക്കേണ്ടി വരും. ലാസ്റ്റിൽ അവർ ഓപ്പറേഷൻ ചെയ്ത് രണ്ടാകാൻ തീരുമാനിച്ചു. പക്ഷെ ആ സർജറിയുടെ ഒടുവിൽ രണ്ടുപേരും എന്ത് ചെയ്തു, മരിച്ചു. നമ്മളൊരു ചെറിയ സർജറി ചെയ്യാൻ പോവാണ്. ഈ രണ്ട് ട്രയാങ്കിളുകളും കൂടി വേണ്ടി ഈ പോയിന്റിൽ വെച്ച് ഒട്ടിച്ചേർന്നിരിക്കുമല്ലേ. നമ്മൾ അവരെ ശസ്ത്രക്രിയ സർജറി നടത്തി ഇത് വേറെ ആക്കണം. പക്ഷെ ഇവിടെ ആരും മരിക്കത്തില്ല. ഇവിടെ രണ്ടുപേരും ജീവനോടെ രണ്ടും രണ്ടായിട്ട് മാറും. ഇപ്പൊ ഞാൻ രണ്ട് ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാൻ പോവാണ്. ഇച്ചിരി വലിപ്പം കൂട്ടി വരയ്ക്കാം കേട്ടോ. വേണ്ടേ? ആദ്യത്തെ ട്രയാങ്കിളിന് ഞാൻ എന്ത് പേര് കൊടുത്തു? ABC. ഇപ്പൊ ഒന്ന് വരയ്ക്കരുത്, ബോർഡിലേക്ക് നോക്കി. എന്ത് പേര് കൊടുത്തു? ഒന്ന് വരയ്ക്കരുത്. അടുത്ത ഞാൻ എന്ത് പേര് കൊടുത്തു? ABC. എന്ത് പേര് കൊടുത്തു? രണ്ടാമത്തെ ട്രയാങ്കിളിന് ഞാൻ DDE എന്ന് പേര് കൊടുത്തു. എന്ത് പേര് കൊടുത്തു? എന്താ ബി തന്നെ തുടങ്ങാൻ കഴിയും? അത് രണ്ടുകൂടെ ചേർന്ന് ഒരു പോയിന്റിൽ ഇരിക്കുക. അപ്പൊ മുറിക്കുമ്പോ ആ പോയിന്റ് രണ്ടു പേർക്കൂടെ എന്ത് ചെയ്യണം, കിട്ടണം. ഈ രണ്ട് ട്രയാങ്കിളുടെ കാര്യം ഓക്കെ ആണല്ലോ. ഇനി ചോദ്യത്തിൽ ആദ്യം ഏതാണ്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ ചോദ്യം പറഞ്ഞ ഒത്തിരി എഴുതാൻ പറ്റത്തില്ല. ചോദ്യത്തിന് ആദ്യം ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊള്ളു. ഈ പടത്തിൽ കാണുന്ന ഗ്രീൻ ലൈനുകൾ, പച്ചവരകൾ ആദ്യം പാരലലും ആണ്. അപ്പൊ പാരലൽ എന്നുള്ളതിന്റെ ഐഡിയ എന്ന് പറഞ്ഞേ AC പാരലൽ BE. ഇങ്ങനെ എങ്ങനെ വായിക്കുന്നേ? പാരലൽ. കൂടാതെ അവരെങ്ങനെയാണ് AC-യും BE-യും എങ്ങനെയാണ്? ഇതെവിടെ പറഞ്ഞ കാര്യമാ? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ കാര്യം. അത് നമ്മൾ എന്ത് എഴുതി വെക്കുന്നു? ഗിവൺ എന്ന് എഴുതി വെക്കും. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ഈ പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ചോദ്യം 3-4 തവണ വായിച്ചിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. മിഡ് പോയിന്റ് ആണ്. ബ്ലൂ വരയുടെ നീല വരയുടെ മിഡ് പോയിന്റിൽ നിന്നല്ലേ, മധ്യബിന്ദുവിൽ നിന്നല്ലേ രണ്ടാമത്തെ ഗ്രീൻ ലൈൻ വരച്ചേക്കുന്നത്. അപ്പൊ ബി ആരാണ്? അപ്പൊ എനിക്ക് പറയാം AB ഈക്വൽ ഉണ്ടെന്നില്ല. AB ഈക്വൽ BD. AB ഈക്വൽ, അപ്പോ നേരത്തെ പറഞ്ഞു AC-യും BE-യും ഈക്വലാണ്. ഇപ്പൊ പറയുന്നു AB-യും BD-യും എങ്ങനെയാണ്? ഈക്വലാണ്. B is the midpoint of AD. B is the midpoint of AD. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ആണോ? ഞാൻ ആരോടും പറയത്തില്ലെങ്കിൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരവായി. ആരോടും പറയത്തില്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരവായി. ഈ ഇടതുവശത്ത് കിടക്കുന്ന ട്രയാങ്കിളിലെ രണ്ട് സൈഡുകൾ അപ്പുറത്ത് കിടക്കുന്ന ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളോട് ഈക്വലായി. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പോസിറ്റ് അല്ല, മൂന്നാമത്തെ സൈഡും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ വിച്ച് ഇംപ്ലൈസ് മൂന്നാമത്തെ സൈഡ് ഏതാ? BC ഈക്വൽ DE. അത് ഈ BC-ക്കും DE-ക്കും പടത്തിൽ എന്തെങ്കിലും കളറുണ്ടോ? റെഡ് കളറുണ്ട്.
ആ റെഡ് കളർ ഉള്ളവർ ഇപ്പൊ എന്തായി? ഇതല്ലേ തെളിയിക്കേണ്ടത്? ഇതല്ലേ തെളിയിക്കേണ്ടത്? ആണോ? എഴുതിയാട്ടെ. കണ്ടി ഇവിടെ തൊട്ട്, ഇവിടെ തൊട്ടാണ് അവിടെ ആൻസർ വരും. ആ ക്വസ്റ്റ്യൻ ഫുൾ എഴുതിയിട്ടാണ്. അപ്പൊ അതിന്റെ താഴെ ഒരു വരി എഴുതണം. നമ്മുടെ ചോദ്യത്തിലെ പടത്തിൽ ഇങ്ങനെ പേരൊന്നുമില്ല. പേരുണ്ടോ? റെഡും ബ്ലൂവും ഗ്രീനും ഒക്കെ ഉള്ളു. എന്തോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്തോടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ആ, ആർ ദ ലെങ്ത് ഓഫ് ദി റെഡ് ലൈൻസ് ഇൻ ദ പിക്ചർ ഈക്വൽ? പടത്തിൽ കൊടുത്തിരിക്കുന്ന റെഡ് ലൈനുകളുടെ ലെങ്ത് ഈക്വൽ ആണോ നല്ല ചോദ്യം. അപ്പൊ എഴുതുക വിച്ച് ഇംപ്ലൈസ്. ഇതിന്റെ അടുത്ത വരി എഴുതി വെക്കണം. വിച്ച് ഇംപ്ലൈസ് ദ ലെങ്ത് ഓഫ് ദി. ഇതിന്റെ അടുത്ത വരിയിലോട്ട് വിച്ച് ഇംപ്ലൈസ് എഴുതി വെക്കണം. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. വിച്ച് ഇംപ്ലൈസ് ദ ലെങ്ത് ഓഫ് ദി റെഡ് ലൈൻസ്. The length of the red lines are equal. The length of the red lines are ഇതല്ലേ തെളിയിക്കേണ്ടത്? are equal. ഓൾ സ്റ്റാൻഡപ്പ് എത്ര വായിച്ചു നോക്കി.